പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 28. പ്രധാന വാർത്തകൾ. ധോഫാർ ഗവർണറേറ്റിൽ കടൽ വഴി രാജ്യത്തേക്ക് മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച 2 അറബ് വംശജരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ധോഫാർ ഗവർണറേറ്റ് പോലീസ് കമാൻഡ് കോസ്റ്റ് ഗാർഡ് പോലീസുമായി സഹകരിച്ച് നടത്തിയ പരിശോധനയിലാണ് വലിയ തോതിൽ ഘാട്ടുമയക്കുമരുന്ന് പിടിച്ചെടുത്തത്. 1300 പാക്കറ്റ് ഘാട്ടാണ് കണ്ടുകെട്ടിയത്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കിയതായി പോലീസ് അറിയിച്ചു. ലണ്ടൻ ആസ്ഥാനമായുള്ള പീറ്റർ ഹാരിങ്ടൺ അബൂദബി പുസ്തകമേളയിൽ ഭൂതകാലത്തിന്റെ സവിശേഷ കാഴ്ചയൊരുക്കും. അബൂദബിയുടെ അബു തുബ്ബി എന്നറിയപ്പെടുന്ന 19-ാം നൂറ്റാണ്ടിന്റെ മധ്യകാല ഭൂപടമാണ് ഇതിലൊന്ന്. ഈ പ്രദേശത്തെ ഏറ്റവും നേരത്തെ അംഗീകരിക്കപ്പെട്ട ഭൂപടമാണിത്. ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെയും നേരിയ മഴ ലഭിച്ചു. പലയിടങ്ങളിലും അന്തരീക്ഷം മേഘാവൃതമായിരുന്നു. എന്നാൽ തലസ്ഥാനത്തടക്കം ചൂട് വർദ്ധിച്ചു. സമീപകാലത്തെ ഉയർന്ന താപനിലയാണ് അടുത്ത ദിവസങ്ങളിൽ വിവിധ ഗവർണറേറ്റുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ദാഖിലിയ ഗവർണറേറ്റിലെ ബഹ്ല വിലായത്തിൽ ട്രക്കിന് തീപിടിച്ചു. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം, അഗ്നിശമന സേനാംഗങ്ങളെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ട്രക്ക് പൂർണ്ണമായും കത്തിനശിച്ചു. നാശനഷ്ടം കണക്കാക്കുന്നു. തീപിടുത്ത കാരണം വ്യക്തമല്ല. വ്യാഴാഴ്ച നിസ്വ ഹോസ്പിറ്റലിന് മുൻവശത്ത് വച്ച് നടന്ന വാഹനാപകടത്തിൽ മരണപ്പെട്ട 2 മലയാളി നഴ്സുമാരുടെ ഭൗതിക ശരീരം ഇന്ന് രാവിലെ തിരുവനന്തപുരം, നെടുമ്പാശ്ശേരി വിമാനത്താവളങ്ങൾ വഴി നാട്ടിലെത്തിക്കും. തൃശൂർ ഇരിങ്ങാലക്കുട സ്വദേശി മജീദ രതീഷ്, കൊല്ലം കൊട്ടിയം സ്വദേശി ഷർജ ഇല്യാസ് എന്നിവരാണ് വാഹനാപകടത്തിൽ മരിച്ച മലയാളികൾ. ഈജിപ്ത് സ്വദേശി അമാനി അബ്ദുൽ ലത്തീഫും അപകടത്തിൽ മരണപ്പെട്ടിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ 2 മലയാളി നഴ്സുമാർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇവരുടെ നില ഭേദപ്പെട്ടു വരുന്നതായും ബന്ധപ്പെട്ടവർ അറിയിച്ചു. വരും ദിവസങ്ങളിൽ രാജ്യത്ത് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നും മെയ് 2 മുതൽ വടക്കൻ ഗവർണറേറ്റുകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വടക്കൻ മേഖലകളിൽ മഴമേഘങ്ങൾ രൂപപ്പെടാനും സാധ്യതയുണ്ട്. ആലിപ്പഴം വർഷിക്കുകയും താപനില താഴുകയും ചെയ്യും. മുന്നൊരുക്കങ്ങൾ നടത്താൻ സ്വദേശികൾക്കും താമസക്കാർക്കും അധികൃതർ നിർദ്ദേശം നൽകി. അതേസമയം തുടർന്നുള്ള ദിവസങ്ങളിൽ ധോഫാർ, അൽവുസ്ത ഗവർണറേറ്റുകളിൽ നേരിയ മഴ ലഭിക്കുമെന്നും കാലാവസ്ഥാ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ ന്യൂനമർദ്ദവും തുടർന്നുണ്ടായ മഴയും 21 പേരുടെ ജീവനെടുത്തിരുന്നു. 11 കുട്ടികളും 1 മലയാളിയും മരണപ്പെട്ടവരിൽ പെടുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ന്യൂനമർദ്ദത്തെ തുടർന്ന് മഴ എത്തിയെങ്കിലും ശക്തമായിരുന്നില്ല. മറുനാട്ടിൽ മലയാളി അസോസിയേഷൻ ഒമാൻ ഫവാസ് കൊച്ചന്നൂർ അനുസ്മരണവും റിതം ഓഫ് ലൈഫ് പരിപാടിയും സംഘടിപ്പിച്ചു. പ്രസിഡന്റ് അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ സെക്രട്ടറി ജയൻ ഹരിപ്പാട് സ്വാഗതം ആശംസിച്ചു. CM നജീബ് ആമുഖ പ്രഭാഷണം നടത്തി. രാജൻ വി കോക്കുരി അനുഭവ കഥകളിലൂടെ ചെറുപ്രഭാഷണം നടത്തി. റിതം ഓഫ് ലൈഫ് വിഷയത്തെ ആസ്പദമാക്കി പ്രമുഖ മെന്റർ ഷഹനാസ് അലിയുടെ ക്ലാസ് സദസ്സിന് സന്തോഷവും ശുഭാപ്തി വിശ്വാസവും വർദ്ധിപ്പിച്ചു. ട്രഷറർ പിങ്കു അനിൽകുമാർ ചടങ്ങിന് നന്ദി പ്രകാശനവും നടത്തി. വൈസ് പ്രസിഡന്റ് മനോഹരൻ ചെങ്ങളായിയും മറ്റ് ഭരണസമിതി അംഗങ്ങളും ചടങ്ങിന് നേതൃത്വം നൽകി. ADO കുടുംബാംഗങ്ങളും സാംസ്കാരിക സംഘടനാ പ്രതിനിധികളും കുട്ടികളും ചടങ്ങ് മഹനീയമാക്കി. അബൂദബി അന്താരാഷ്ട്ര പുസ്തകമേള നാളെ മുതൽ മെയ് 5 വരെ അബൂദബി നാഷണൽ എക്സിബിഷൻ സെന്ററിൽ നടക്കും. അബൂദബി അറബിക് ഭാഷാ കേന്ദ്രം സംഘടിപ്പിക്കുന്ന 33ാമത് എഡിഷൻ ലോകത്തിന്റെ കഥകൾ വെളിവാകുന്ന ഇടം എന്ന പ്രമേയത്തിലാണ് നടക്കുന്നത്. 90-ലേറെ രാജ്യങ്ങളിൽ നിന്നായി 1350-ലേറെ പ്രസാധകരാണ് മേളയിലെത്തുക. നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള പ്രസാധകർ ആദ്യമായി ഇത്തവണത്തെ മേളയ്ക്കെത്തുന്നുണ്ട്. തുടർച്ചയായ 3-ാം വർഷവും പ്രസാധകരിൽ നിന്ന് വാടക ഈടാക്കുന്നില്ലെന്ന പ്രത്യേകതയും മേളയ്ക്കുണ്ട്. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ച അന്തിമഘട്ടത്തിൽ. കരാർ ഉടൻ ഒപ്പുവെച്ചേക്കുമെന്ന് കേന്ദ്ര സർക്കാർ പ്രതിനിധികളെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിലെ വ്യാപാര ബന്ധം കരാർ വഴി ശക്തിപ്പെടുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഉഭയകക്ഷി വ്യാപാരത്തിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിവെക്കുന്നതായിരിക്കും സ്വതന്ത്ര വ്യാപാര കരാർ. ഇറക്കുമതി തീരുവ ഒഴിവാക്കുന്നതോടെ ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാനും വ്യാപാരം ശക്തിപ്പെടുത്താനും അവസരമൊരുങ്ങും. വ്യാപാര രംഗത്ത് മികച്ച കണക്കുകളാണ് ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിലുള്ളത്. ഇതിനു പുറമെ സുഹാർ, സലാല ഫ്രീ സോണുകളിലും തുറമുഖങ്ങളിലും വലിയ നിക്ഷേപങ്ങളുണ്ട്. ദുഃഖമിൽ സാന്നിധ്യം വർദ്ധിച്ചു വരികയും ചെയ്യുകയാണ്.
സൗദി ആതിഥേയത്വം വഹിക്കുന്ന ലോക സാമ്പത്തിക ഫോറം പ്രത്യേക യോഗത്തിൽ ഒമാനെ പ്രതിനിധീകരിച്ച് സാംസ്കാരിക കായിക യുവജന മന്ത്രി സയ്യിദ് ദി യസിൻ ബിൻ ഹൈതം അൽ സയീദ് പങ്കെടുക്കും. റിയാദിൽ ഇന്നും നാളെയുമാണ് ഫോറത്തിന്റെ പ്രത്യേക യോഗം അരങ്ങേറുന്നത്. അന്താരാഷ്ട്ര സഹകരണം, വളർച്ച, വികസനത്തിനുള്ള ഊർജ്ജം എന്ന പ്രമേയത്തിലാണ് യോഗം നടക്കുന്നത്. ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും സാമ്പത്തിക വിദഗ്ധരും വിവിധ മേഖലകളിലെ പ്രമുഖരും ലോക സാമ്പത്തിക ഫോറം പ്രത്യേക യോഗത്തിൽ പങ്കാളികളാകും. സാമ്പത്തികം, ഊർജ്ജം തുടങ്ങിയ വിഷയങ്ങളിലെ ആഗോള സാഹചര്യത്തിൽ യോഗം ചർച്ച ചെയ്യും. വിവിധ പേപ്പറുകളും അവതരിപ്പിക്കപ്പെടും. പുതിയ തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും യോഗത്തിലുണ്ടാകും. കനത്ത മഴയിലും പേമാരിയിലും പെട്ട് വടക്കൻ ഷർക്കിയ ഗവർണറേറ്റിൽ കുട്ടികൾ ഉൾപ്പെടെ മരിക്കാനിടയായ സംഭവത്തിൽ അന്വേഷണം നടത്താൻ ഒമാൻ മനുഷ്യാവകാശ കമ്മീഷൻ രാജകീയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് സംഘം രൂപവൽക്കരിച്ചിരിക്കുന്നത്. ഒരു മാസത്തിനകം സംഭവത്തിന്റെ വിശദ പഠന റിപ്പോർട്ട് സമർപ്പിക്കും. അൽമുദൈബി വിലായത്തിലെ സമദ് അൽ ഷാൻ നിയാബത്തിലുള്ള വാതി മുറിച്ചു കടക്കവേ വെള്ളപ്പൊക്കത്തിൽ വാഹനമൊഴുകിപ്പോയാണ് കുട്ടികൾ മരിച്ചത്. 10-നും 15-നും ഇടയിൽ പ്രായമുള്ളവരാണ്. വ്യാപക തിരച്ചിലിൽ വാഹനത്തിലുണ്ടായിരുന്ന മറ്റ് 4 പേരെ രക്ഷിച്ചു. 14 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. അൽ ഹവാരി സ്കൂൾ ഫോർ ബേസിക് എഡ്യൂക്കേഷനിലെ വിദ്യാർത്ഥികളാണ് മരിച്ചവർ. വാഹനം സുരക്ഷിതമായി വാതി മുറിച്ചു കടക്കുമെന്ന നിഗമനത്തിൽ മുന്നോട്ടെടുത്ത വാഹനം ഒഴുകിപ്പോവുകയായിരുന്നു. ശക്തമായ ഒഴുക്കിൽപ്പെട്ട് ഡ്രൈവറും മറ്റൊരു കുട്ടിയും 600 മീറ്റർ അകലേക്ക് ഒഴുകിപ്പോവുകയും ഇവരെ പോലീസ് ഏവിയേഷൻ രക്ഷിക്കുകയുമായിരുന്നു. ഒഴുകിപ്പോയ മറ്റ് 2 കുട്ടികളെ നാട്ടുകാരും രക്ഷിച്ചു. ഇതോടെ 4 പേരെ രക്ഷിക്കാനായി. 9 കുട്ടികളുടെ മൃതദേഹങ്ങൾ അന്നേ ദിവസവും ശേഷിച്ച കുട്ടിയുടേത് പിറ്റേ ദിവസവുമാണ് ലഭിച്ചത്. വേൾഡ് മലയാളി ഫെഡറേഷൻ ഒമാന്റെ മസ്കത്ത് സ്റ്റേറ്റ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം നടന്നു. 100-ൽ പരം അംഗങ്ങൾ പങ്കെടുത്ത ചടങ്ങിൽ മസ്കത്ത് സ്റ്റേറ്റ് കൗൺസിൽ സെക്രട്ടറി ശ്രീകുമാർ സ്വാഗതം ആശംസിച്ചു. മസ്കത്ത് സ്റ്റേറ്റ് കൗൺസിൽ പ്രസിഡന്റ് പത്മകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. WMF ഗ്ലോബൽ ചെയർമാൻ ഡോക്ടർ ജെ രത്നകുമാർ വീഡിയോ സന്ദേശത്തിലൂടെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. മിഡിൽ ഈസ്റ്റ് കോർഡിനേറ്റർ ഉല്ലാസ് ചേര്യൻ വേൾഡ് മലയാളി ഫെഡറേഷൻ ഒമാന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും UAEയിൽ WMFന്റെ നേതൃത്വത്തിൽ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങളെപ്പറ്റിയും പ്രതിപാദിച്ചു. കേരളത്തിൽ വോട്ട് പെട്ടിയിലായെങ്കിലും കൂട്ടിയും കിഴിച്ചും കണക്കെടുപ്പിലാണ് രാഷ്ട്രീയ പാർട്ടികളും അണികളും. ഇതേ ആവേശം ഇന്നലെ പ്രവാസലോകത്തും തുടർന്നു. പോളിംഗ് കുറഞ്ഞതും ക്രോസ് വോട്ടിംഗും ശതമാനക്കണക്കുകളും പാർട്ടി കേന്ദ്രങ്ങളിലെ വോട്ടുകളും ഉൾപ്പെടെയായിരുന്നു ചർച്ചകൾ. നാട്ടിൽ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഉയർന്ന ആരോപണ പ്രത്യാരോപണങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ കൊഴിപ്പിക്കാനും പ്രവാസികൾ മുന്നിലായിരുന്നു. വെള്ളിയാഴ്ച കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഏതാനും ചിലർ മാത്രമാണ് വിമാനം കയറി നാട്ടിലെത്തി വോട്ടെടുപ്പിൽ പങ്കെടുത്തത്. വോട്ട് ചെയ്യാനും ഇക്കുറിയും അവസരം ലഭിക്കാത്ത പ്രവാസികൾ തിരഞ്ഞെടുപ്പിന്റെ ചൂടിലും ചൂരിലുമായി ദിനങ്ങൾ ചെലവഴിക്കുകയാണ്. ഒമാനിൽ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് പരീക്ഷയ്ക്കൊരുങ്ങി വിദ്യാർത്ഥികൾ. മസ്കത്ത് ഇന്ത്യൻ സ്കൂളിലാണ് ഒമാനിലെ പരീക്ഷാ കേന്ദ്രം. മെയ് 5-ന് നടക്കുന്ന പരീക്ഷയുടെ ഫലം ജൂൺ 2-ാം വാരത്തിൽ പുറത്തുവിടും. ഒമാനിൽ നിന്നും 300ഓളം വിദ്യാർത്ഥികൾ ഇത്തവണ പരീക്ഷ എഴുതും. വിദ്യാർത്ഥികളുടെ ഹാൾ ടിക്കറ്റ് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. അതേസമയം പരീക്ഷാ സമയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ വിദ്യാർത്ഥികളെ അറിയിക്കും. പാസ്പോർട്ട്, പാൻ കാർഡ്, ലൈസൻസ്, ഇന്ത്യ ഗവൺമെൻറ് നൽകുന്ന മറ്റേതെങ്കിലും ഔദ്യോഗിക രേഖകളുടെ ഒറിജിനൽ തിരിച്ചറിയൽ രേഖയായി കരുതേണ്ടതാണ്. മൊബൈൽ ഫോണുകളും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും പരീക്ഷാ സെന്ററിന്റെ അകത്തേക്ക് അനുവദിക്കുന്നതല്ല. ഇത്തവണ ആദ്യഘട്ടത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഒമാൻ ഉൾപ്പെട്ടിരുന്നില്ല. തുടർന്ന് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പ്രതിഷേധത്തിന്റെ ഫലമായി 2ാം ഘട്ട പട്ടികയിൽ മസ്കത്തും പരിഗണിക്കപ്പെടുകയായിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.